My dear friends, welcome to my YouTube channel, Parhari's Care. 1st March 2026 സൈപ്രസ് എന്ന മെഡിറ്ററേനിയനിലുള്ള ഐലൻഡ് കൺട്രി അവിടെ ഒരു അറ്റാക്ക് നടക്കുകയാണ്. അറ്റാക്ക് ഈസ് ഫ്രം ഹെജബുള്ള, ലബണനിലുള്ള ഇറാൻ്റെ ഒരു പ്രോക്സിയായ ഹെജ്ബുള്ളയുടെ ഒരു ഡ്രോൺ അറ്റാക്കായിരുന്നു അത്. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് റിപ്പീറ്റഡ് അറ്റാക്ക് 4th മാർച്ചിന് നടന്നു, വിച്ച് വാസ് ഇൻ്റർസെപ്റ്റഡ് ബൈ ദി യൂറോപ്യൻ യൂണിയൻ assets working in Cyprus. So somehow Cyprus was also got involved along with the other Arabian countries. Normally Mediterranean എന്നുള്ള ഒരു ഐലൻഡ് കൺട്രിയായ സൈപ്രസിൽ ഇവരുടെ അറ്റാക്ക് വരാൻ ചാൻസ് കുറവായിരുന്നു, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്ന് നോക്കാം. ഓക്കെ, സൈപ്രസ്, ദി റിപ്പബ്ലിക് ഓഫ് സൈപ്രസ്. സൈപ്രസിൻ്റെ ക്യാപിറ്റൽ നിക്കോഷ്യ. കറൻസി അവിടുത്തെ യൂറോ ആണ്. ലാംഗ്വേജ് ഗ്രീക്കും ഉണ്ട്, ടർക്കിഷും ഉണ്ട്. അതർ ദാൻ ദി ലോക്കൽ ലാംഗ്വേജസ്, സം സോർട്ട് ഓഫ് ലാംഗ്വേജസ്, മെയിനായിട്ട് ഗ്രീക്ക് ആൻഡ് ടർക്കിഷ്. Cyprus, officially the Republic of Cyprus, is an island country in the eastern Mediterranean Sea, located off the coast of the Levant in West Asia. Cyprus' capital and largest municipality is Nicosia. ഒരുപാട് ദ്വീപ് സമൂഹങ്ങളുള്ള കൺട്രികളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് മുനിസിപ്പാലിറ്റീസാണ്, റാദർ ദാൻ ഡിസ്ട്രിക്ട്സ്. മുനിസിപ്പാലിറ്റികളാണ് അവിടെ ഉണ്ടാകുന്നത്. അതിപ്പോൾ ഈ സാന്റിയോഗ ദ്വീപുകളിലായാലും പല സ്ഥലത്ത് അങ്ങനെയാണ് കാണുന്നത്. ദി നോർത്ത് ഈസ്റ്റ് പോർഷൻ ഓഫ് ദി ഐലൻഡ് ഈസ് ഓക്യുപ്പൈഡ് ബൈ ടർക്കി, വിച്ച് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി റിപ്പബ്ലിക് ഓഫ് സൈപ്രസ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ് ബഫർ സോൺ. In the south of the island of Cyprus are the British sovereign military bases of Akrotiri and Dhekelia. ബ്രിട്ടീഷ് മിലിറ്ററി ക്യാമ്പ്സ് ഉള്ളത് കൊണ്ടാണ് അവിടെ ഇറാൻ്റെ ഒരു ത്രെറ്റ് വരുന്നത് എന്നുള്ളതാണെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതല്ലാതെ തന്നെ ഇറാനിയൻ സപ്പോർട്ട് ഉള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന കുറച്ച് സ്ഥലങ്ങളും അവിടെയുണ്ട്. നമുക്ക് നോക്കാം. ദി ഐലൻഡ് ഈസ് ദി തേർഡ് ലാർജസ്റ്റ് ആൻഡ് തേർഡ് മോസ്റ്റ് പോപ്പുലസ് ഇൻ ദി മെഡിറ്ററേനിയൻ ആഫ്റ്റർ സിസിലി ആൻഡ് സാർഡിനിയ. തേർഡ് ലാർജസ്റ്റ് ആണ് മെഡിറ്ററേനിയനിൽ. സൈപ്രസ് വാസ് ഫസ്റ്റ് സെറ്റിൽഡ് ബൈ ഹണ്ടർ ഗാദറേഴ്സ് അറൗണ്ട് 13,000 years ago. ഏറ്റവും ഇതിൻ്റെ ചരിത്രത്തിൽ ഉപരിക്കുന്നത് പണ്ട് ഈ നായാട്ടിന് വന്നിരിക്കുന്ന ഗാദറിങ്സ്, നായാട്ടിന് വന്ന പല കൺട്രികളിൽ നിന്നും നായാട്ടിൽ വരുന്നിരുന്ന ആളുകളുടെയൊക്കെ ഒരു സങ്കേതം, അങ്ങനെയൊക്കെ ഒരു സ്ഥലമായിരുന്നു. ദർ വാസ് നോ നാറ്റീവ്സ് ദർ, with farming communities emerging by 8500 BC. 8500 ബിഫോർ ക്രൈസ്റ്റോടുകൂടി അവിടെ ഫാമിംഗ് സെക്ഷൻസും യൂണിറ്റ്സൊക്കെ വന്നു. പതിയെ പീപ്പിൾ സ്റ്റാർട്ടഡ് ലിവിങ് ദർ. ദി ലേറ്റ് ബ്രോൺസ് ഏജിലാണ് ഇതിൻ്റെ അലേഷ്യ എമർജൻസ് ആൻഡ് അർബനൈസ്ഡ് സൊസൈറ്റി ക്ലോസ്ഡ് കണക്റ്റഡ് ടു ദി വൈഡർ മെഡിറ്ററേനിയൻ വേൾഡ്. അങ്ങനെ ബ്രോൺസ് ഏജിൻ്റെ സമയത്താണ് ഇതിങ്ങനെ അറിയപ്പെടുന്നൊരു സ്ഥലമായിട്ടൊക്കെ മാറുന്നത്. ഓവിങ് ടു ഇറ്റ്സ് റിച്ച് നാച്ചുറൽ റിസോഴ്സസ്, പർട്ടിക്കുലർലി കോപ്പർ. ഏറ്റവും കൂടുതൽ കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ റിച്ച് റിസോഴ്സസ് ഉള്ള കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ GDP ഒക്കെ വളരെ ഹൈ ആണ്. നമുക്ക് നോക്കാം. ആൻഡ് സ്ട്രാറ്റജിക് പൊസിഷൻ at the crossroads of Europe, Africa and Asia. The island was subsequently contested and occupied by several empires, including the Assyrians, Egyptians and Persians, from whom it was seized in 333 BC
ബൈ അലക്സാണ്ടർ ദി ഗ്രേറ്റ്. അസേറിയൻസ്, ഈജിപ്ഷ്യൻസ്, പേർഷ്യൻസ് ഇവരൊക്കെ ഇൻവേഡ് ചെയ്ത സ്ഥലമാണിത്. കാരണം ഇത് ഒരു ക്രോസ് റോഡ്സാണ്. ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും യൂറോപ്പിൻ്റെയൊക്കെ ഒരു ക്രോസ് റോഡായിട്ട് വരുന്ന അത് ജിയോ പൊളിറ്റിക്കലി വെരി വെൽ സെറ്റിൽഡ് പ്ലേസ്. Cyprus was placed under British administration in 1878, pursuant to the Cyprus Convention and formally annexed by the United Kingdom in 1914. ബ്രിട്ടീഷിൻ്റെ ഒരു കൾച്ചറാണ് അവിടെ കാണുന്നത്. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ അണ്ടറിൽ 1878 വന്നിട്ട് പിന്നെ അത് അവർ യുണൈറ്റഡ് കിങ്ഡം അവരിലേക്ക് അനക്സ് ചെയ്തു 1914. The island's future became a matter of disagreement between its Greek and Turkish communities. എപ്പോഴും പരസ്പരം കലഹിക്കുന്ന ഗ്രീക്കും ടർക്കിഷും കമ്മ്യൂണിറ്റീസുകളാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോബ്ലമായിട്ട് കണ്ടുവരുന്നത്. ആക്ച്വലി ഗ്രീക്സ് ആൻഡ് ദി ടർക്കിഷ്, ഒരുപാട് ടർക്കിയുടെ ആളുകളും ഗ്രീസിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളും ഗ്രീക്ക് കമ്മ്യൂണിറ്റി സൈപ്രസിലുണ്ട്. ഇവർ തമ്മിലെന്നും ക്ലാഷാണ്. ദാറ്റ് വാസ് വെരി സ്ട്രോങ് എത്നിക് ഇഷ്യൂസ് ദർ. സോ ഒരു റിച്ച് കൺട്രി ആയിട്ട് പോലും ഈ രണ്ട് കമ്മ്യൂണിറ്റീസിൻ്റെ ഫൈറ്റിംഗ് കാരണം എന്നും ഒരു ശാന്തിയില്ലായ്മ സൈപ്രസിലുണ്ട്. ജനറലി ഇറ്റ് ഈസ് ഗുഡ്, ബട്ട് ദർ ഈസ് ക്ലാഷസ് ഓൾ ദി ടൈം ഫ്രം ദി പാസ്റ്റ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, 2011 ആണോ 12 ആണോ എന്ന് എക്സാക്ട്ലി ഓർമ്മയില്ല. നമ്മുടെ UN സമാധാന സേനകളിൽ BSFൻ്റെയൊക്കെ ട്രൂപ്സ് പോയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഓഫീസർ, ഒരു ഡെപ്യൂട്ടി കമാൻഡർ ലെവൽ ഓഫീസർ അതിൽ പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾസൊക്കെ വരുമായിരുന്നു ഇടയ്ക്ക്. സോ അവരൊരു ശാന്തി സേനയായിട്ട്, സമാധാന സേനയായിട്ട് ഈവൺ ഇന്ത്യൻ ട്രൂപ്സ് ഓൾസോ വർക്ക് ദെയർ. സോ നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി ഒന്ന് നോക്കാം. സൈപ്രസ് എന്ന കൺട്രിയെക്കുറിച്ചുള്ള ചെറിയൊരു ഹിസ്റ്ററി നോക്കാം. ദി ഐലൻഡ് സൈപ്രസ് വാസ് ഗ്രാൻഡഡ് ഇൻഡിപെൻഡൻസ് ഇൻ 1960 ഫോളോയിങ് നാഷണൽ വയലൻസ് ഇൻ ദി 1950s. 1950കളിൽ നടന്ന നാഷണലിസ്റ്റ് വയലൻസിന് ശേഷം 1960 ഇൻഡിപെൻഡൻസ് കൺട്രിയായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ ഒരുപാട് ആളുകളുടെ ഡിസ്പ്ലേസ്മെൻ്റൊക്കെ നടന്നിട്ടുണ്ട്. ടർക്കിഷ് നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ ടർക്കിയുടെ ഒരാധിപത്യമാണ്. സോ അവിടെ UN-ൻ്റെ ഒരു ബഫർ സോണുണ്ട്, ബഫർ സോൺ. അത് പ്രകാരം ഈ സൈപ്രസിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന ടർക്കിയുടെ അണ്ടർ കമാൻഡിലാണ് ആ ഏരിയ കിടക്കുന്നത്. A separate Turkish Cypriots states in the north was established by unilateral declaration in 1983, which was widely condemned by the international community and remains recognized only by Turkey. ടർക്കി മാത്രമേ അതിനെ അംഗീകരിച്ചിട്ടുള്ളൂ. ആ ഏരിയയിൽ ടർക്കി ആധിപത്യം സ്ഥാപിച്ചിരിക്കുകയാണ്. അതിനെ ജനറലി എല്ലാവരും എതിർത്തിട്ടുണ്ട്, ബട്ട് ടർക്കിയുടെ അണ്ടറിലാണ് ആ ഏരിയ. സൈപ്രസ് ഈസ് എ ഡെവലപ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി വിത്ത് ആൻ അഡ്വാൻസ്ഡ് ഹൈ ഇൻകം ഇക്കണോമി ആൻഡ് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഏറ്റവും അധികം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്ന ഒരു സ്ഥലമാണ്, റിച്ചാണ്. ഈ കോപ്പർ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ആ കൺട്രി വളരെ റിച്ചാണ്. എ റോബസ്റ്റ് റാപ്പിഡ്ലി ഗ്രോയിങ് ഇക്കണോമി വിത്ത് 2025 GDP projected to reach $36 billion. അപ്പോൾ ഒരുപാട് യൂറോപ്യൻ കൺട്രീസിനേക്കാളൊക്കെ ഉയർന്ന GDP ഉള്ള ഒരു കൺട്രിയാണിത്. അതുകൊണ്ട് തന്നെയാണ് ആ കൺട്രിയെ സംരക്ഷിക്കാൻ യൂറോപ്യൻ യൂണിയൻ കംപ്ലീറ്റ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് തരാം. So Cyprus is a member of the Commonwealth of Nations and a founding member of the non-aligned movement. Non-aligned ചില നയങ്ങളുള്ള ഒരു സംഭവമാണ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്.
until it joined the European Union in 2004. 2004 യൂറോപ്യൻ യൂണിയനോട് ചേർന്നു. അതിനു മുമ്പ് വരെ നോൺ അലൈൻഡ് മൂവ്മെൻറ്റിലായിരുന്നത്. നാം എന്ന് പറയും, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ഇന്ത്യക്ക് അതിൻ്റെ ഒരുപാട് വാക്താക്കളായിരുന്നു. നെഹ്റുവിൻ്റെ ഒരു ഐഡിയ ആയിരുന്നത് നമ്മൾ ആരോടും പക്ഷം ചേരാതെ ന്യൂട്രലായിട്ട് നിൽക്കുക എന്നുള്ളത്. അതൊരു ഭീരുത്വം കൂടി അല്ലേ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇന്നത്തെ ഡെവലപ്മെൻറ്റ്. Cyprus joined the Eurozone in 2008. Cyprus has long maintained good relations with NATO and announced in 2024 its intention to officially join. നാറ്റോയിൽ ജോയിൻ ചെയ്യുമെന്ന് 2024 പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറ്റ് ഹാസ് നോട്ട് ജോയിൻഡ് സോ ഫാർ. സോ ഈ on 1st March a drone which, as stated by the Cyprus Foreign Affairs Minister Konstantinos Kobos, അവരുടെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്ററാണ്, അദ്ദേഹം പറഞ്ഞത് ലോഞ്ച്ഡ് ബൈ ഹെജ്ബുള്ള ഫ്രം ലെബനോൺ. ഹെജ്ബുള്ള എന്ന് പറഞ്ഞാൽ ഇറാനിയൻ പ്രോക്സി തീവ്രവാദി സംഘടനമാണ്. അവർ അവിടുന്ന് ഡ്രോൺ അയച്ചു. എഗെയിൻ 4th അയച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മിലിറ്ററി ബേസസ്, UK മിലിറ്ററി ബേസസൊക്കെ ലക്ഷ്യമാക്കിയിട്ടാണ് അത് വന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഭീതി ഉണ്ട്. എനി ടൈം ഇറാൻ ആൻഡ് ഇറ്റ്സ് പ്രോക്സീസ് മേ അറ്റാക്ക് Cyprus. Cyprus expressed the worries of possible terrorist cells that could act within the nations on Iran's behalf. ഇറാൻ്റെ ഭാഗമായിട്ട് അവർ പല ടെററിസ്റ്റ് സെൽസും വർക്ക് ചെയ്യുന്നുണ്ട് ഫ്രം നോർത്തേൺ സൈപ്രസ്, വേർ 10,000 പ്രോ റിജീം ഇറാനിയൻസ് ലീവ്. അവിടെ ഒരുപാട് ഇറാൻ്റെ ഇപ്പോഴുള്ള റിജീമിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു 10,000ഓളം ആളുകൾ താമസിക്കുന്നുണ്ട്. അവരിൽ നിന്നൊരു ത്രെറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിന് ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് ആസ് ഓൺ ഡേറ്റ് list of European assets deployed in Cyprus as a response. അതായത് ഗ്രീസിൻ്റെ HS കിമോൺ ആൻഡ് സാര ഫ്രിഗേഡ്സ്, അതൊക്കെ അവരുടെ ആർമി യൂണിറ്റുകളാണ്. ഫ്രാൻസിൻ്റെ എയർ ഡിഫൻസ് ആൻഡ് ഡ്രോൺ സിസ്റ്റംസ്. യുണൈറ്റഡ് കിങ്ഡം HMS ഡ്രാഗൺ ഡിസ്ട്രോയർ, അതൊരു ഭയങ്കര യുദ്ധക്കപ്പലാണ്. 2 റോയൽ നേവി AW159 and CAT helicopters, wild cat helicopters. ഇറ്റലിയുടെ ഫെഡിക്കോ മെറിൻഡൈൻ ഫ്രിഗേറ്റ്, സ്പെയിനിൻ്റെ ക്രിസ്റ്റബൽ കോളോൺ ഫ്രിഗേറ്റ്, ജർമ്മനിയുടെ നോർഡിഹൻ വെസ്റ്റ് ഫാം ഫ്രിഗേറ്റ്, നെതർലാൻഡ്സിൻ്റെ HNLMS എവർസ്റ്റേൺ ഫ്രിഗേറ്റ്. അപ്പോൾ നോക്കണം, ഗ്രീസ്, ഫ്രാൻസ്, UK, ഇറ്റലി, സ്പെയിൻ, ജർമ്മനി, നെതർലാൻഡ്സ്, ഈ 7 കൺട്രികളുടെ കംപ്ലീറ്റ് മിലിറ്ററി യൂണിറ്റ്സ് അവിടെ വന്നിട്ടുണ്ട് ഇൻ ഡിഫൻസ് ഓഫ് ദി സൈപ്രസ്. അപ്പോൾ ഒരു നല്ല അറ്റ്മോസ്ഫിയറാണെന്ന് തന്നെ നമുക്ക് പറയാം. ലെറ്റ് us hope no further attacks from Iran or its proxies. അവരിൽ നിന്ന് ഇനിയും അറ്റാക്കൊന്നും ഇല്ലാതിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും ഒരു വലയം തീർത്തിരിക്കുകയാണ്. March 4 അടിച്ച ഡ്രോണെല്ലാം ഇവർ ഇൻ്റർസെപ്റ്റ് ചെയ്തിട്ട് വീഴ്ത്തിയിട്ടുണ്ട്. സോ സ്റ്റിൽ ദി സിറ്റുവേഷൻ ഓഫ് ദി മിഡിൽ ഈസ്റ്റ് മേ അഫക്റ്റ് സൈപ്രസ് ഓൾസോ. ജസ്റ്റ് സൈപ്രസിനെ പറ്റി പറഞ്ഞപ്പോൾ ഒന്ന് ഉണ്ടാക്കിയൊരു വീഡിയോ ആണിത്. സൈപ്രസ് എന്ന് പറയുമ്പോൾ എന്തോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. ബൈ.